മാസപ്പടി കേസിൽ നിർണായക വഴിത്തിരിവ്. തിങ്കളാഴ്ച ഹാജരാകാൻ ഇഡി നോട്ടീസ് നൽകിയിരുന്നെങ്കിലും നാടകീയമായി ഇന്ന് 25-ാം തീയതി എത്തി ചോദ്യം ചെയ്യലിന് വിധേയയാവുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടി. ആദ്യഘട്ടത്തിൽ 9 മണിക്കൂർ നീണ്ട മാരത്തോൺ ചോദ്യം ചെയ്യലിന് ശേഷമുള്ള ഈ രണ്ടാം വരവ് വെറുമൊരു ഔപചാരികതയല്ല, മറിച്ച് ഇഡി ഒരുക്കിയ ശക്തമായ തെളിവുകളുടെ കെണിയിലേക്കാണ്. ഇത്തവണ വീണയെ കാത്തിരിക്കുന്നത് ഇഡിയുടെ ചോദ്യങ്ങൾ മാത്രമല്ല, കേന്ദ്ര അന്വേഷണ ഏജൻസിയായ SFIO കൈമാറിയ 134 സുപ്രധാന രേഖകൾ കൂടിയാണ്. CMRLുമായി ഒപ്പുവെച്ച വിവാദ കരാറുകൾ, മുൻപ് നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ, അതീവ രഹസ്യമായ IT റിട്ടേൺസ് രേഖകൾ എന്നിവയെല്ലാം ഇപ്പോൾ ഇഡിയുടെ മേശപ്പുറത്തുണ്ട്. സേവനമൊന്നും നൽകാതെ എന്തിന് പണം കൈപ്പറ്റി എന്ന ചോദ്യത്തിന് ഇനി കൃത്യമായ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ മറുപടി പറയേണ്ടി വരും. ചോദ്യശരങ്ങൾ പലതാണ്. CMRLിൽ നിന്ന് വാങ്ങിയ കോടികൾ എങ്ങോട്ട് പോയി? സ്വത്തുക്കൾ വാങ്ങാനോ നിക്ഷേപങ്ങൾക്കോ ഈ പണം ഉപയോഗിച്ചോ? ആദ്യ തവണ തിരിച്ചടവ് മുടങ്ങിയിട്ടും എംപവർ ഇന്ത്യയിൽ നിന്ന് വീണ്ടും 50 ലക്ഷം രൂപ വായ്പ ലഭിച്ചതിന് പിന്നിലെ രഹസ്യമെന്ത്? മരവിപ്പിച്ച HDFC ബാങ്ക് അക്കൗണ്ടിനും ലോക്കറിനും പുറമെ അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ട് വഴി വിദേശ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരമില്ലെങ്കിൽ വീണയുടെ പ്രതിരോധം തകരുന്നതാണ്. കേസിലെ മറ്റു പ്രധാന കണ്ണികളായ CMRL MD ശരൺ എസ് കർത്ത, JS കർത്ത, ഷിബി കർത്ത എന്നിവരെ ഇഡി ഇതിനകം ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇവരിൽ നിന്ന് ലഭിച്ച മൊഴികളും വീണയുടെ മൊഴികളും തമ്മിൽ ഒത്തുനോക്കുക കൂടിയാണ് ഇഡിയുടെ ലക്ഷ്യം. പ്രതിപട്ടികയിലുള്ള നിപുണ ഇന്റർനാഷണൽസ് വഴിയുള്ള ഇടപാടുകളും അന്വേഷണ പരിധിയിലാണ്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് തൊട്ടു പിന്നാലെ വീണയുടെ ബാങ്ക് ലോക്കർ ഇഡി തുറന്നു പരിശോധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നിർണായകമായ രണ്ടാം ഘട്ട നീക്കം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഈ കേസിൽ രേഖകൾ സംസാരിക്കുമ്പോൾ വീണയ്ക്ക് കൃത്യമായ മറുപടി ഉണ്ടോ, അതോ അന്വേഷണം കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമോ എന്ന് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും.